ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂലൈ മാസത്തെ കൃഷിയെക്കുറിച്ചാണ്. അപ്പോൾ ഓരോ മാസങ്ങളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം, ഓരോ മാസവും കൂടുന്തോറും. അപ്പം നമ്മൾ അതിനനുസരിച്ച് എന്ത് വേണം, നമ്മൾ ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷികളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ആരോഗ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓണക്കാലത്തേക്ക് വിളവെടുക്കാനായിട്ട് നമ്മൾ ഇപ്പോഴേ തയ്യാറെടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഓണകാലത്ത് നമുക്ക് പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അത്തപ്പൂ ഇടാനായിട്ടുള്ളതായ പൂക്കൾ, അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ചെണ്ടുമല്ലികൾ, അല്ലേ? നല്ല കളർഫുള്ളായിട്ടുള്ള ചെണ്ടുമല്ലികൾ നട്ടുപിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അത്തപ്പൂ ഇടാനുള്ളതായ പൂക്കൾ നമുക്ക് വാങ്ങിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഇറുത്തെടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും മക്കളും ഒക്കെ ആയിട്ട് നമുക്ക് അത്തപ്പൂ ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം തന്നെ തയ്യാറെടുത്തെങ്കിൽ മാത്രമേ, തൈകളൊക്കെ നട്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തപ്പൂ ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ചെണ്ടുമല്ലിയൊക്കെ നടാനുള്ള ഏറ്റവും പറ്റിയ സമയമാണ് ജൂലൈ മാസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ വിത്തുകൾ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ടൈപ്പിലുള്ളതായ ചെണ്ടുമല്ലിയുടെ വിത്തുകൾ വാങ്ങിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് അടുത്തൊക്കെ നഴ്സറികളൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ, തൈകൾ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിച്ചൊക്കെ നടാവുന്നതാണ്. എന്നാലും നമ്മുടെ മുറ്റത്ത് ഒരു 10 മൂട് ചെണ്ടുമല്ലിയെങ്കിലും നടാമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഈ ഓണക്കാലത്ത്. അപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സാധാരണ ദിവസത്തേക്കാളും കൂടുതൽ കറികൾ നമ്മൾ ഈ ഓണക്കാലത്ത് വയ്ക്കും എന്നുള്ളത്. അപ്പോൾ ഓണക്കാലത്ത് നമുക്ക് അത്രയും കറികളൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുക, അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പറമ്പിലോട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ചിട്ട് ഒരു പാത്രമൊക്കെ എടുത്ത് അതിനകത്ത് പച്ചക്കറികളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അത് കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഒരു രസം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം, ഇപ്പോഴേ നമ്മൾ തയ്യാറാവുക. അപ്പം അത്യാവശ്യം നമ്മൾ പയറൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. അപ്പം ഇടയ്ക്കൊക്കെ നല്ല മഴയുണ്ട്, എന്നാലും നമ്മൾ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈകൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വാങ്ങിച്ച് നടുക. കൃഷിഭവനിൽ നിന്നൊക്കെ തൈകളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ കിട്ടുന്നവർക്ക് സൗകര്യം എങ്ങനെയാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങൾ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കിട്ടുന്നതായ അവസരങ്ങളെ നമ്മൾ പാഴാക്കി കളയാതെ കുറച്ച് സമയം നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ചിലവാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യായാമമാണ് ഈ കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ വിളവെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷവും ഉന്മേഷവുമാണ് കിട്ടുന്നത്. ഇപ്പം പലതരത്തിലുള്ളതായ പയറുകളുണ്ട്. ഇപ്പം വൈജയന്തി പയറുണ്ട്, അർക്കമംഗളയുണ്ട്, സുമന്തുണ്ട്, അർക്കമംഗളയുടെ വയലറ്റ് ഉണ്ട്, പലതരത്തിലുള്ളതായ കുറ്റിപ്പയറുകളുണ്ട്. അങ്ങനെ പല ജ്യോതിക, ഗീതിക, ദീപിക, അങ്ങനെ കുറേ നല്ല നല്ല പയറുകളുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം നിങ്ങൾക്ക് വാങ്ങിച്ച് നടുകയെന്നുണ്ടെങ്കിൽ കുറേശ്ശെ നിങ്ങൾ നട്ടാൽ മതി. ബാക്കി നിങ്ങൾക്ക് കുറച്ച് അധികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫ്രിഡ്ജിലെ കവറിനകത്ത് നല്ലതുപോലെ പൊതിഞ്ഞ് സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് നടാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം നിങ്ങളൊരു 10 മൂട് പയറെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പച്ചമുളകാണ്. പച്ചമുളക് നല്ലതുപോലെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. നല്ലതുപോലെ തൈയൊക്കെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ അത് പറിച്ച് നിങ്ങൾ ഒരു ഷെയ്ഡിലോട്ടൊക്കെ പറിച്ച് നടാനായിട്ട് ശ്രമിക്കുക. ഈ കുത്തനെ പെയ്യുന്നതായ മഴയത്ത് അധികം നടാതെ ഇരിക്കുക. അപ്പം നല്ലതുപോലെ മുളക് പിടിക്കാനായിട്ടുള്ള ടിപ്സും ട്രിക്സുകളൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ മുളകൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിൽ നിന്ന് നല്ലതുപോലെ വിളവെടുക്കാനായിട്ടും ശ്രമിക്കുക. പലതരത്തിലുള്ളതായ മുളകുണ്ട്. നമ്മുടെ പച്ചക്കറി മുളകുകൾ, അതേപോലെ തന്നെ ഉണ്ടമുളകുകൾ, വയലറ്റ് മുളക്, നിറത്തിലും ഭാവത്തിലും ഉള്ളതായ മുളകൾ ഇഷ്ടം പോലെ അവൈലബിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നടാനായിട്ട് ശ്രമിക്കുക. അപ്പം ജൂലൈ മാസത്തിൽ നമുക്ക് നടാൻ പറ്റുന്നതായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പയർ, വെണ്ട, വഴുതന, ഇത് 3 നമുക്ക് നന്നായിട്ട് നടാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ളതായ വെണ്ടകളും വഴുതനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യമെങ്കിലും നമുക്ക് നടാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സാമ്പാർ, അതുപോലെ തന്നെ അവിയലിനും സാമ്പാറിനും ഒക്കെ അത്യാവശ്യം പച്ചക്കറി കഷ്ണങ്ങളൊക്കെ വേണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചുരയ്ക്ക നട്ടുപിടിപ്പിക്കുക, അതുപോലെ തന്നെ കുമ്പളങ്ങ, മത്തങ്ങ, വെള്ളരിക്ക, ഇങ്ങനെയുള്ളതായ ഐറ്റങ്ങളെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അതിനൊക്കെ പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇപ്പം നിങ്ങളങ്ങോട്ട് വിത്തിട്ട് കൊടുത്താൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അമരവർഗ്ഗത്തിൽപ്പെട്ടതെല്ലാം നമ്മൾ പാകി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ജൂലൈ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് പറിച്ചു മാറ്റി നടാനായിട്ട് സാധിക്കും. ഒരു സെപ്റ്റംബർ, ഒരു തണുപ്പ് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് നല്ലതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ചതുരപ്പയർ, അതുപോലെ അമരവർഗ്ഗത്തിൽപ്പെട്ട എല്ലാ വിത്തുകളും നമുക്ക് ഇപ്പം പാകി വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ജൂലൈ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് നമുക്ക് പറിച്ചു മാറ്റി നട്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴേ അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട്
സാധിക്കുകയുള്ളൂ. നമ്മൾ എപ്പം നട്ടാലും അതിൽ നിന്ന് വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു തണുപ്പ് സമയം വന്നെങ്കിൽ മാത്രമേ നമുക്ക് വിളവ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം മഴയത്തെ കൃഷി ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ വളരെയധികം കെയറോടുകൂടി വേണം പോകാനായിട്ട്. ഒന്നാമത് തെന്നി വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഓരോന്നിൻ്റെയും കീഴിലൊക്കെ ചെടികളുടെയൊക്കെ കീഴിലൊക്കെ എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്നാൽ അറിയത്തില്ല. അപ്പം നമ്മുടെ കണ്ണ് ശ്രദ്ധ എപ്പോഴും എല്ലായിടവും ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ തന്നെ ഇപ്പം വീണിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ കുനിഞ്ഞിങ്ങനെ ഞാൻ ഒന്നും അങ്ങനെ അധികം ചെയ്യാറില്ല. എന്നാലും നമ്മുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന കൊച്ചിനെ കൊണ്ടൊക്കെ എന്തെങ്കിലും പച്ചക്കറികൾ ആഗ്രഹത്തിൻ്റെ പേരിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇപ്പം ആ കൃഷിയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ഒന്നും വേസ്റ്റ് ആക്കാതെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഇവിടെ മതിൽ കെട്ടാനായിട്ട് ഉപയോഗിച്ച സിമെൻറ്റ് ചാക്കുകളുണ്ടല്ലോ, അത് നല്ല കട്ട് ചെയ്തിട്ട്, അപ്പോൾ അവർ മേശരിമാർ കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല 2 പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അത് നല്ലൊരു ഗ്രോ ബാഗിൻ്റെ വലിപ്പത്തിൽ തന്നെ ഇങ്ങനെ 2 പീസാക്കി ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വളമൊക്കെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് ചാക്കിനകത്ത് നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഞാനിവിടെ കുറേ നമ്മുടെ വിത്തുകൾ പാകി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇനി നമുക്കിനി ഓണത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. മണ്ണ് നിറയ്ക്കാനുള്ളത് കുറച്ചുകൂടെ കിടപ്പുണ്ട്. അതും ഇനി മണ്ണ് നിറച്ചിട്ട് നമുക്ക് വിത്തുകളൊക്കെ പാകി വയ്ക്കാം. നമുക്ക് കിട്ടിയ കുറച്ച് തൈകൾ മുളക് തൈ ഉണ്ട്, തക്കാളിയുണ്ട്, വഴുതനയുണ്ട്, വെണ്ടത്തൈകളുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഗ്രോ ബാഗിനകത്തോട്ട് നടാം. ഈ ഗ്രോ ബാഗൊക്കെ നമ്മൾ അവിടുന്ന് സ്ഥലം മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെല്ലാം ഒന്നുകൂടെ ഒന്ന് ഒരുക്കി കവറൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം വേണം ഇതൊക്കെ നടാനായിട്ട്. അപ്പം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നതായ കവറ് എല്ലാം 4 വശം നല്ലതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മണ്ണൊക്കെ നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേണം തൈകളൊക്കെ നടാനായിട്ട്. അതിന് 4 വശം ഒന്ന് മടക്കി വെക്കണം. നമുക്ക് വളവും മണ്ണും ഇടുന്നതിനനുസരിച്ച് പിന്നെ കവറ് ഉയർത്തി കൊടുത്താൽ മതിയാവും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതായ കവറെല്ലാം നല്ലതുപോലെ ഒന്ന് ഒരുക്കിയതിന് ശേഷം ആണ് പിന്നെ നമ്മൾ അതിനകത്തോട്ട് തൈകൾ നടുന്നത്. കാരണം നേരത്തെ മണ്ണ് നിറച്ച് വെച്ചിരുന്നതായതുകൊണ്ട് തറഞ്ഞിരിക്കുകയാണ്. മഴയൊക്കെ പെയ്ത് നല്ലൊരു ഇതുണ്ട്, എങ്കിലും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം വേണം നമ്മൾ തൈകൾ നട്ടു കൊടുക്കാനായിട്ട്. ഇവിടെ എല്ലാം മഴ പെയ്ത് ഭയങ്കര കാടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാടെല്ലാം പറിച്ച് നമ്മൾ ഒരിടത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം കൂട്ടിയിട്ടിരിക്കുന്നത് മഴയൊക്കെ പെയ്ത് അവിടെ എല്ലാം കിടന്ന് ദ്രവിച്ച് നല്ല വളമായിട്ടങ്ങ് മാറിക്കോളും. അപ്പം നമ്മുടെ ഗ്രോ ബാഗെല്ലാം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തോട്ടിന് സ്വല്പം ചാണകം കൂടെ ഇട്ടിട്ട് നമുക്ക് ഓരോ തൈകൾ നടാം. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതായ ഗ്രോ ബാഗിനകത്തോട്ട് നടുക്ക് ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതിനകത്ത് സ്വല്പം ചാണകം ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി തൈകൾ എടുത്ത് നടാം. നമ്മൾ നടുന്നത് വളരെ കുഞ്ഞു തൈകളാണ്. അപ്പോൾ അത് തുടക്കത്തിൽ കുറച്ച് വളം മതി കേട്ടോ. ഇതിനകത്തോട്ട് ചാണകപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ഈ തൈകൾ നമുക്കങ്ങോട്ട് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് മണ്ണിട്ട് കൊടുക്കാം. കുറച്ച് തക്കാളി, കുറച്ച് മുളക്, കുറച്ച് വെണ്ട, ഇങ്ങനെയെല്ലാം നമുക്ക് നടാം. നിങ്ങൾ വിചാരിച്ചേക്കും ഇവിടെ എന്തോ ഇത്രയും കമ്പിയൊക്കെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടാങ്ക് വെച്ചിരിക്കുന്നതാണ് മുകളിൽ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാനും എളുപ്പമുണ്ട്. അത്യാവശ്യം വെയിലും കിട്ടും, തണലും കിട്ടും. ആ രീതിയിൽ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പം വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിനകത്ത് ഒരു 5 മൂട് മുളക്, അതേപോലെ 5 മൂട് വഴുതന, 5 മൂട് തക്കാളി, ഈ ക്രമത്തിലാണ് നടുന്നത്. ഇനി കുറച്ച് പയർ നടണം, പാവൽ നടണം, എല്ലാം അത്യാവശ്യത്തിനുള്ളത് നമുക്ക് നടണം. ഇതൊക്കെ തക്കാളി കുഞ്ഞുങ്ങളാണ്. അതിനൊക്കെ നല്ല കെയർ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മഴപ്പരുവത്തിനൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും സ്ഥലവും നമ്മൾ പുല്ലെല്ലാം പറിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ടിരുന്നതായിരുന്നു. ഇതെല്ലാം അവിടെ കിടന്ന് അഴുകി നമ്മുടെ ചെടികൾക്ക് വീണതായ ഇലകളെല്ലാം അഴുകിയത് ഇവിടെ തന്നെ ദ്രവിച്ച് ചേർന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി വരുന്നതായ സാധനങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി നടാമെന്ന് കരുതിയിട്ട് ബാക്കി വേസ്റ്റൊക്കെ ഇങ്ങനെ നീക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി ഒരിടത്തിടാം, വീണ്ടും അവിടെ കിടന്ന് ദ്രവിച്ച് അത് വളമായിട്ടങ്ങ് മാറിക്കോളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുല്ലൊക്കെ പറിച്ച് ഒരിടത്ത് ഇങ്ങനെ കൂട്ടിയിടാന്നുണ്ടെങ്കിൽ അതെല്ലാം അഴുകി അവിടെ നല്ല വളമായിട്ട് മാറുകയും നമ്മുടെ ചെടികൾക്ക് നല്ല നൈട്രജനൊക്കെ കിട്ടി നന്നായിട്ട് വളർന്നു വരികയും ചെയ്തോളും. വെറുതെ നമ്മൾ കത്തിച്ച് കളയേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ നട്ടതിന് ശേഷം 1-2 സ്പൂൺ നമ്മളെത്ര അളവിൽ നട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് സുഡോമോണസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.
ഞാൻ ഇവിടെ കുറേ നട്ടിരിക്കുന്നതുകൊണ്ട് ഒരു 4-5 സ്പൂൺ എടുത്തിട്ട് എല്ലാത്തിനും നല്ലതുപോലെ കലക്കി ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഓരോ ഗ്ലാസ് വീതം ഒഴിച്ചു കൊടുക്കും. ഇപ്പം കുറച്ച് മുളക് നമ്മൾ മണ്ണിലും കൂടെ നടുന്നുണ്ട്. അപ്പം അത് നമ്മൾ തടവെടുക്കാതെ കൂന കൂട്ടിയിട്ടാണ് നടാനായിട്ട് വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കൂന കൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നല്ല മഴയാണല്ലോ. അപ്പം വെള്ളം കെട്ടിക്കിടന്നിട്ട് ചീഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തോട്ടും കുറച്ച് ചാണകമൊക്കെ ഇട്ടിട്ട് അതിനകത്തോട്ട് ഇനി തൈകൾ നടാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വാഴ നട്ടിട്ടുണ്ടായിരുന്നു. വാഴയെല്ലാം നല്ലതുപോലെ കഴിച്ചോറി നട്ടിട്ടുണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ളതായ വാഴയാണ് നട്ടിരിക്കുന്നത്. അപ്പം മഴയൊക്കെ പെയ്ത് നല്ലതുപോലെ കാടുമൊക്കെ കയറി കിടക്കുകയാണ്. അപ്പോൾ ആ കാടൊക്കെ പറിച്ച് മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വളമൊക്കെ ചെയ്തു കഴിഞ്ഞു. നല്ല തഴപ്പോട് വളർന്നു വന്നു. അപ്പം കുറച്ച് ഏത്തനുണ്ട്, അതുപോലെ തന്നെ ചെങ്കതളി, അതുപോലെ തന്നെ പൂവനുണ്ട്, പാളയംകോടനുണ്ട്, പച്ചച്ചിങ്ങൻ വാഴയുണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ളതായ വാഴകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാടെല്ലാം പറിച്ച് മാറ്റിയതിന് ശേഷം ഇനി അതിൻ്റെ ചുവട്ടിലോട്ട് ഇനി അടുത്ത വളം ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം നല്ല തഴപ്പോട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതേപോലെ വീട്ടിൽ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഗ്രോ ബാഗ് വാങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. അതിനാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കവറുകളോ ചാക്കുകളോ ഒക്കെ സിമെൻറ്റ് കവറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ തരം വിത്തുകളും വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ പൊന്നാങ്കണ്ണി ചീരയും നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പച്ചക്കറി വിത്തുകൾ കൂടാതെ പൊന്നാങ്കണ്ണി ചീര കോംബോ വിത്തുകൾ ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ ഇപ്പം കൊടുക്കുന്നുണ്ട്. ഇപ്പം സ്റ്റോക്ക് വളരെ പരിമിതമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ച് നടാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.